ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ഒരു പഴയ ഡ്രോയിങ് ബുക്കാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കാണാതെ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കവർ പേജൊക്കെ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ഡ്രോയിങ് ഇതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രോയിങ് ചെയ്ത് തുടങ്ങിയ സമയത്തെ ഡ്രോയിങ് ബുക്കാണിത്. അപ്പോൾ ഇത് കാണിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് വരച്ചിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ചെയ്തേക്കുന്നത്. ആ സമയത്തൊന്നും ക്രിസ്മസിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് ഓരോ മാഗസീനും ഓരോ ക്രിസ്മസ് കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് നോക്കുക, വരയ്ക്കുക. അപ്പോൾ ആ ഒരു നമുക്ക് ഡ്രോയിങ്ങിനോടുള്ള ഇഷ്ടം, അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പെൻ ഡ്രോയിങ് ആണ് ചെയ്തേക്കുന്നത്. ആ സമയത്ത് പെൻസിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും പേന ഉപയോഗിച്ചാണ് ഞാൻ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്രിസ്മസ് കാർഡ് നോക്കി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്തത് എല്ലാ രീതിയിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. അതായത് തുടക്കത്തിലൊന്നും ആരും ബെറ്ററായിട്ട് വരയ്ക്കത്തില്ല. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെ വന്നിട്ടാണ് പിന്നെ നല്ല രീതിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നവരും അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ വരച്ച് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടൊന്നും വരച്ച് ശരിയാവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ വരച്ചാണ് നമുക്ക് തെളിഞ്ഞ നല്ല രീതിയിൽ വരുന്നത്. അപ്പം വീണ്ടും വീണ്ടും വരയ്ക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ബെറ്ററായിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് ഓരോ ഡ്രോയിങ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളത് ഓർക്കുക, ഒരു മോട്ടിവേഷൻ പോലെ എടുത്തിട്ട് വീണ്ടും വീണ്ടും വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഫോട്ടോയും ഇതിൻ്റെ അകത്ത് ഞാൻ വരച്ചിരുന്ന ഫോട്ടോയും കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാകത്തില്ല. അതൊരു ഷേപ്പും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെഫറൻസ് ഇമേജ് എനിക്ക് കാണിക്കാനില്ല താനും. കാരണം ഇത് ഒരു മാഗസീൻ നോക്കി ഏതോ പണ്ട് കാലത്ത് വരച്ചാണ്. അപ്പം മാഗസീൻ പോലും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ ഡ്രോയിങ് ബുക്ക് മാത്രമേ എൻ്റെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് പല ആൾക്കാരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഫോട്ടോ നോക്കി കഴിയുമ്പം ഒരു ഷേപ്പും ഉണ്ടാകത്തില്ല. അതുപോലെ കണ്ണ്, മൂക്ക്, ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മിക്ക വീഡിയോക്കകത്തും പറയാറുണ്ട്, നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് മുടി വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ഫോട്ടോ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ നമ്മൾ മുടി വരയ്ക്കും നല്ല രീതിയിൽ വരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ഫോട്ടോ വരയ്ക്കുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും വരയ്ക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഏതൊരു കല്യാണത്തിൻ്റെ ഫോട്ടോ മറ്റോ നോക്കിയിട്ട് ഞാൻ വരച്ചതാണെന്ന് തോന്നുന്നു. പക്ഷേ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ആ സമയത്ത് ഇത് കണ്ട് ചിലപ്പോൾ ആരും തന്നതായിരിക്കും ചിലപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കിട്ടിയിട്ട് ഞാൻ വരച്ചതായിരിക്കാം, ഒന്നും ഓർക്കുന്നില്ല. നമ്മൾ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങിയാൽ പോലും ആ സമയത്ത് ഓരോരുത്തർ ഓരോ ഫോട്ടോ വന്നിട്ട് വരയ്ക്കാൻ പറയുമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ഏകദേശം ഒരു ഷേപ്പുണ്ട്. ഞാൻ വിജയാണ് വരച്ചേക്കുന്നത്. അപ്പോൾ വന്നാണല്ലോ അത് ഇപ്പോഴാണ് അത് ഞാൻ കൂടുതലും വരയ്ക്കുന്ന വിജയ് തന്നെയാണ്. അപ്പോൾ ഈ വിജയുടെ ഇഷ്ടം കൊണ്ട് തന്നെ വരച്ചേക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഫ്രീ ഹാൻഡായിട്ട് ഞാൻ വരച്ചതാണിത്. ഏകദേശം ഒരു ഷേപ്പ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അത് വേറെയും വിജയുടെ ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും തന്നെ എല്ലാം തന്നെ ഇത് കോലമാണ്, അതായത് ഒന്നും ഷേപ്പ് വന്നിട്ടില്ല. അപ്പം നമുക്ക് നമ്മൾ ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ കൂടുതലായിട്ട് വീണ്ടും വീണ്ടും വരയ്ക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഡ്രോയിങ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതും വിജയുടെ തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്. പക്ഷേ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അത് കുറച്ചുകൂടെ ഒരു മുടിയുടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി മീശ, താടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷേ കണ്ണൊന്നും ശരിയായിട്ടില്ല, മൂക്ക് ശരിയായിട്ടില്ല, ചുണ്ട് ശരിയായിട്ടില്ല, ഒന്നും അങ്ങനെ നോക്കുമ്പോൾ ഒന്നും തന്നെ ശരിയായിട്ടില്ല. പിന്നെ ഇത് ഞാൻ ആരെയും വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ആക്കിയില്ല. എനിക്ക് തോന്നുന്നു അതും വിജയയുടെ തന്നെ ഡ്രോയിങ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതുപോലെ ഇവിടെ കുറച്ച് പേജൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതും ഏതൊരു ഫോട്ടോ നോക്കി ഞാൻ വരച്ചതാണ്. ഏതോ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എവിടെയൊക്കെ കുറച്ച് പേജൊക്കെ പോയിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടില്ല, കുറച്ച് വരച്ച് നിർത്തുവാണ് ഇത്. അതുപോലെ ഇതേതൊരു മാസിക എന്താണെന്ന് ഓർക്കുന്നില്ല. എന്തൊരു കാർട്ടൂൺ പോലത്തെ ഒരു സംഭവം ആണെന്ന് തോന്നുന്നു വരച്ചേക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ നമ്മൾ മുമ്പ് കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ സൈഡിൽ ഇത്രേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ വരച്ചിട്ടുണ്ട്.
അതും കുറച്ചേ ഉള്ളൂ. അത് പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്തേക്കുന്നത്. അതോടെ നമുക്കൊന്ന് കാണാം. ഇതിനകത്തും കുറച്ച് പേജൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലെല്ലാം അഴുക്കുണ്ട്, ചെളിയുണ്ട്, പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതും ക്രിസ്മസ് കാർഡോ അങ്ങനെ നമുക്ക് വരച്ചാന്ന് തോന്നുന്നു. ഇതിൻ്റെ മാഗസീനായിരിക്കാം. പിന്നെ ഇത് അൽഫോൺസാമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. കുറച്ച് വരച്ച് നിർത്തുവാണ് ഇത്. നമ്മൾ കുറച്ച് വരച്ചിട്ട് ശരിയാകുന്നത് നമ്മളവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. പിന്നെ വരയ്ക്കാൻ നോക്കാറില്ല. പിന്നെ ശിവൻ്റെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ മാഗസിന് ഉത്സവത്തിൻ്റെ കണ്ട് നോട്ടീസ് കിട്ടി, അങ്ങനെ നോക്കി വരച്ചാൽ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ആ സമയത്ത് കണ്ടപ്പോൾ വരയ്ക്കാൻ തോന്നി വരച്ചതാണ്. അപ്പോൾ അതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാണിക്കാനുള്ളൂ. അപ്പോൾ ഇത് ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ഡ്രോയിങ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമെന്നോർത്ത് കരുതി തന്നെ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക. പിന്നെ വരച്ചിട്ട് ശരിയാകുന്നില്ലാത്ത വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ വിഷമിക്കുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് കാണുക. ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും വരയ്ക്കുക. നിങ്ങൾക്ക് ഒരു ദിവസം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പം ട്രൈ ചെയ്യുക.